അപ്പോൾ റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി ചെയ്ത സ്റ്റാൻസുകള് ഫുൾ സർജറി ചെയ്തവരല്ലേ? ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? താല്പര്യമില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല. നിനക്ക് പറയാൻ താല്പര്യമില്ല. നീ ഡൗൺ ആണോ ചെയ്തത്, നീ ബ്രസ്റ്റ് ആണോ ചെയ്തത്, നീ മൂലക്കുരു ആണോ ചെയ്തത്? ഈ നട്ടാ മുളക്കാത്ത നോണ പറയാനും മാത്രമാണ് ഈ ചെറ്റ വായി തുറക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇത് ഏടെയും പറഞ്ഞിട്ടില്ല, ഓൻ ഏടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളതും പിന്നെ ഞാനൊരു 1 മില്യൺ ഉള്ള ആളെ കാണിച്ചു. നീ പിന്നെ എന്താ കാണിച്ചു? നീ മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റ പട്ടി നാറി ചേറ്റ പറഞ്ഞു. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. മോളെ, ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക സർജറി കാണുന്നു. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. ഇന്ന് 4 പേര് അറിയുമോടാ നാറി. നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. വേറൊരു മണിമണി ടീമിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ. അല്ലാതെ വേറെ വീഡിയോ വരും, മനസ്സിലായില്ലേ? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ നീ ആ മണിമണിയോടാണ് ഞാൻ പറയുന്നത്. ഈ കുണ്ടന് ഞാൻ ഉപയോഗിച്ച് എന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല, പ്രശ്നം തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ, രക്ഷപ്പെട്ടോ.